ഹായ് ഹണി. ലड़की को देखा तो ऐसा लगा. എന്താ ഒരു നാറ്റം? നാറ്റം മാറ്റിന്റെ. ഗുഡ് നൈറ്റ്. എന്താ ഗുഡ് നൈറ്റോ? നീ ഒരു ഗുഡ് നൈറ്റ് എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇന്നെന്താ ഒരു പ്രത്യേകത? അയ്യോ അതല്ല, ഗുഡ് നൈറ്റ് മാറ്റ് കൊതുകുതിരി. നീ കഥാപ്രസംഗത്തിന് പോകുന്നുണ്ടോ? എന്തേ? അല്ല, ജുബാക്കിട്ടൊരു കാഥികന്റെ സ്റ്റൈലില്. അത് രാത്രിയിലെ ഒരു രസത്തിന്. രസം അധികമായ വിഷമാണ് കേട്ടോ. മുറിയിൽ എന്താ ആപ്പിള് പറഞ്ഞൊക്കെ? നിനക്ക് വല്ല അസുഖം? ആശുപത്രിയിലെ പ്രസവ വാർഡ് പോലെ ഉണ്ടല്ലോടാ. അത് അപ്പുറത്തെ മുത്തശ്ശി തന്നപ്പോ ഒരു തമാശക്ക് ഷോയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തിവെച്ചു. ടോംബ്. ഹോംവർക്ക് ഒന്നുമില്ല കഴിഞ്ഞു. ഓഹോ, എന്നാ പിന്നെ കിടന്നൂടെ? വന്നില്ല. ഉറക്കോ? അല്ല, മാലു. മാലു നിന്റെ കോടലി മാല ഞാൻ എടുക്കും. ഇന്ന് മുതൽ ഇവിടെ ഞാനാ കിടക്കാൻ പോകുന്നത്. അയ്യേ, അപ്പൊ അവളോ? അവിടെ കിടക്കും, അമ്മയുടെ മെങ്ങണേ കൂടെ. ഇപ്പഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് പിടികിട്ടിയത്. കയറി കിടക്കണ. എനിക്ക് വരയ്ക്കാനുണ്ട്. തലവരെ ആയിരിക്കും അല്ലേ? മര്യാദ കയറി കിടക്കടാ. കറണ്ട് ബില്ലിന്റെ ലാഭങ്ങൾ നിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ. മതി മതി, പതുക്കെ. ദേ പകുതിയെങ്കിലും. ഞാൻ കുടിച്ചെന്റെ പകുതി കുടിക്കാൻ നീ ആരാ? എന്റെ ഭാര്യയോ? ബാബാ വേഗം നടക്ക്. വേണ്ട, എന്റെ ഉറക്കം തീർന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമൊന്നല്ല കാര്യങ്ങള്. എടാ, ആദ്യമൊക്കെ അങ്ങനെ തന്നെയാ. ഒറ്റ കീറം കീറിണ്ടെങ്കിണ്ടല്ലോ പോടെ അവിടുന്ന്. അവളോട് ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റിയിട്ടില്ല. അച്ഛനാകെ പ്രശ്നം. മൂപ്പര് ഇടവും വലവും തിരിയാൻ വിടില്ല. അമ്മയുടെ ഒരു കണ്ണ് എപ്പോഴും എന്റെ അവളുടെ മേല. പോരാത്തന്നെ സ്പൈവർക്കിന് അമ്പിളിയും. അപ്പോഴേ ഈ കിടപ്പിന്റെ വട്ടങ്ങളൊക്കെ എങ്ങനെയാടാ? എന്റെ കൂടെ കിടക്കണത് അച്ഛനാ. അയ്യേ, അച്ഛനോ? നന്നായി. അവളെ നോക്കി പേടിയില്ലാതെ ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അത് അനുഭവിച്ചവർക്ക് മനസ്സിലാവും. നിനക്ക് ഭാര്യയോടൊന്നും മിണ്ടണം. പിന്നെ ഒന്നുമില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. സ്വന്തമായിട്ടൊരു 5 മിനിറ്റ്. അതിന് വഴിയുണ്ട്. എന്ത് വഴി? എന്റെ അപ്പന്റെ സെല്ല് വഴി. അപ്പന്റെ എല്ല് വഴിയോ? എല്ലല്ലടാ, സെല്ല്, സെല്ലുലാർ ഫോൺ. ഓ, എന്റെ ഈശ്വര, അമ്മായിമ്മ പോയി തുടങ്ങിയോ? ഇങ്ങനെയുള്ള പണികളൊന്നും എടുക്കണ്ട, കൈയിന്റെ സോഫ്റ്റ്നെസ് പോവും. പിന്നെ ഇത് സെല്ലുലർ ഫോണാ. എങ്ങനെ വിളിക്കേണ്ടതൊക്കെ ഇന്നത്തെ എഴുതിയുണ്ട്. രാത്രി അമ്മയിലേക്ക് ഉറങ്ങി കഴിയുമ്പോ എന്നെ വിളിക്കണം. ഞാനൊരു വേഴാമ്പലിനെ പോലെ കാത്തിരിക്കും. ഹലോ. എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഒരുപാട് പറയാനുണ്ട്. വേഗം പറയൂട്ടോ, അമ്മയങ്ങാനും ഉണന്നാ. അമ്മയുടെ അടുത്ത് നിന്നാണോ വിളിക്കുന്നത്? അല്ല, ബാത്റൂമിന്നാ. അവിടെ മഴ പെയ്യണ്ടോ? ഇല്ല, അമ്മ അറിയാതിരിക്കാൻ പൈപ്പ് തുറന്നിട്ടിരിക്ക. ഓഹോ, അപ്പൊ മാലുവിന് ബുദ്ധി മാത്രമല്ല ഉപുദ്ധി ഉണ്ടല്ലേ? കുട്ടേട്ടൻ എവിടെയാ? ഞാനും ബാത്റൂമിന്നാ. പക്ഷെ ഇവിടെ ടാപ്പ് തുറക്കാൻ പറ്റുന്നില്ല, ജാമായിട്ടിരിക്ക. നേരം വെളുക്കുന്നവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കാം. എനിക്ക് ആ ശബ്ദം കേട്ടോണ്ടിരിക്കാലോ. മാലു, എനിക്കൊരു തരൂ. എന്ത്? എനിക്കൊരു തരൂന്ന്. ഇതിനിടയിൽ പല്ല് ചെലുക്കണുണ്ടല്ലോ. അയ്യോ, അത് പല്ലല്ല, ഞാൻ ഉമ്മ വച്ച സൗണ്ടാ. സയന്റിസ്റ്റുകള് നമുക്ക് വേണ്ടിട്ടായിരിക്കും ഈ സെല്ലുലാർ ഫോൺ കണ്ടുപിടിച്ചത്. അമ്മ കണ്ടുപിടിക്കുന്നതിന് മുൻപ് കാര്യം പറ. ഞാൻ അങ്ങോട്ട് ഈ ഫോണിലൂടെ വരട്ടെ. എങ്ങനെ? ശബ്ദമായി, രാഗമായി, താളമായി. ഇവളാര്? ഫ്രീഡം ഫൈറ്റർ സരോജിനി നായിഡു. Now you are in India, you are in India.
അയ്യോ, അച്ഛനും അമ്മയും അവരമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചോണ്ടിരിക്കുക. ഞാൻ ഇടയ്ക്ക് മുങ്ങി. ഒരു കാര്യം പറയട്ടെ. അമ്പിളി അവള് ബാത്റൂമിൽ ഗാനമേള നടത്തിക്കൊണ്ടിരിക്കുക. ഞാൻ പുറത്തുനിന്ന് പൂട്ടി. വാ. എന്താ അത്? എന്റെ സമ്മാനം പിറന്നാളിന്. ഓഹോ, വിചാരിച്ച പോലെ അല്ല, ബുദ്ധിയുണ്ട്. പക്ഷേ മനസ്സിലിരിപ്പ് വെളിവാക്കാൻ ഇങ്ങനൊരു ഗിഫ്റ്റ് വേണ്ടായിരുന്നു. ഐ ഹീൽ ഷൂ, ബുൾവർക്കർ, ഫെയർ ആൻഡ് ലവ്ലി. 6 അടി പൊക്കവും വിരിഞ്ഞ നെഞ്ചും വെളുത്ത് ചുവന്ന ആപ്പിൾ പോലെ മുഖമുള്ള ഒരാളാ മാലുവിന്റെ മനസ്സില്, അല്ലേ? അതുകൊണ്ടൊന്നും എനിക്കിനി അങ്ങനെ ആവാൻ പറ്റില്ല. വിരിഞ്ഞ നെഞ്ചില്ലെങ്കിലും മാലുവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട് എനിക്ക്. മുഖം പോലും നോക്കാതെ നിന്റെ കഴുത്ത് താലി കെട്ടിയ എനിക്ക് തന്നെ കിട്ടണം. ഞാനല്ല ഇതൊന്നും വാങ്ങിയത്. കൈമൾ മാഷിന്റെ കയ്യില് പൈസ കൊടുത്ത് വാങ്ങിപ്പിച്ചതാ. അതിനകത്ത് എന്താന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. അയ്യേ, എന്താ ഇത്? കരയാ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ. കൈമൾ മാഷ്കുള്ളത് ഞാൻ കൊടുത്തോളാം, എനിക്കുള്ളത് വേണ്ട. എന്തിനാ ഈ മാന്തം? ഇന്നു മുതൽ ഞങ്ങൾ മാതാപിതാക്കന്മാരുടെ അസാന്നിധ്യത്തിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതല്ല. സത്യം സത്യം സത്യം. സത്യം സത്യം സത്യം. വന്നില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. എന്താ പറയാനുള്ളതെന്ന് വെച്ചാ വേഗം പറഞ്ഞേ. അമ്മ എണിക്കുന്നതിന് മുമ്പ് എനിക്ക് പോണം. അമ്മ എണിക്കണേ എനിക്കട്ടെ, ഒരു ഉമ്മ തന്നാ വിടാം. അച്ഛന്റെ കയ്യിലടിച്ച് സത്യം ചെയ്തത് ഓർമ്മയില്ലേ? ഞാൻ ചെയ്തത് കള്ളസത്യം. സത്യം ചെയ്യുമ്പോഴേ ഞാൻ ഇങ്ങനെ പിടിച്ചിരുന്നു. ഇങ്ങനെ പിടിച്ച സത്യം പാലിക്കേണ്ടെന്നാ. ദിസ് ഈസ് റോങ് പ്രോമിസ്. കഷ്ടം കേട്ടോ. കുട്ടേട്ടൻ പഠിച്ച് വലിയ ആളായ അതിന്റെ ഗുണം നമുക്കല്ലേ? അച്ഛനും അമ്മയും നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലേ ഈ പറയണത്. അവരുടെ വിഷമം എന്താ മനസ്സിലാക്കാത്തത്? നീ എന്താ എന്റെ വിഷമം മനസ്സിലാക്കാത്തത്? ഇപ്പൊ എനിക്കൊരു ഉമ്മ തന്നില്ലെങ്കിൽ പിന്നെ ലൈഫിൽ ഞാൻ പരീക്ഷ എഴുതില്ല കേട്ടോ. കുട്ടേട്ട വേണ്ട കേട്ടോ, ഞാനിപ്പോ ഒച്ച വെക്കും. നീ ഒച്ചക്കണ്ട, ഞാൻ ഒച്ചയ്ക്കാം.